ജോൺ സി മാക്സ്വെല്ലിൻ്റെ വൺ ഓഫ് ദ ഫേമസ് ബുക്കാണ് ദ 5 ലെവൽ ഓഫ് ലീഡർഷിപ്പ്. ഇതിൽ അദ്ദേഹം ലീഡർഷിപ്പിന്റെ 5 ലെവൽസിനെ കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ലെവൽ 1 എന്നത് പൊസിഷനാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ബോസ് ഈസ് ഓൾവേസ് റൈറ്റ്. ഈ ലീഡർഷിപ്പിലുള്ള വ്യക്തികളെ മറ്റുള്ളവർ ഫോളോ ചെയ്യുന്നത് അവരുടെ പൊസിഷനെ കണ്ട് മാത്രമായിരിക്കും. അവർക്ക് ആ പൊസിഷൻ ഇല്ലെങ്കിൽ ഇവരെ ആരും തന്നെ ഫോളോ ചെയ്യില്ല. ഇവർക്കൊരു പേഴ്സണൽ ബോണ്ടിങ് ആരുമായിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ അവരുടെ 100% കോൺട്രിബ്യൂഷൻ കൊടുക്കില്ല. അതൊരു ഓർഗനൈസേഷന് വലിയൊരു നഷ്ടം തന്നെയാണ്. രണ്ടാമത്തെ ലെവൽ പെർമിഷനാണ്. ഈ കാറ്റഗറിയിൽ വരുന്ന ലീഡേഴ്സ് പൊതുവെ റിലേഷൻഷിപ്പിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളായിരിക്കും. ഇവർ ഈ 3 കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്ന വ്യക്തികളായിരിക്കും. അവർ നല്ലൊരു ഒബ്സർവൻ്റ് ആയിരിക്കും, നല്ലൊരു ലിസണർ ആയിരിക്കും, നല്ലൊരു ലേണർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വ്യക്തികളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ പറ്റും. അവരൊരു കാര്യം ചിന്തിക്കുന്ന സമയത്ത് അത് അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഒരു പേഴ്സണൽ ബോണ്ടിങ് വളരെ ശക്തവുമായിരുന്നു. മൂന്നാമത്തെ ലെവൽ ഓഫ് ലീഡർഷിപ്പ് പ്രൊഡക്ഷനാണ്. ഈ ലീഡർഷിപ്പിലുള്ള വ്യക്തികളെ മറ്റുള്ളവർ ഫോളോ ചെയ്യുന്നത് അവർ ആ ഓർഗനൈസേഷന് കൊടുത്തിരിക്കുന്ന കോൺട്രിബ്യൂഷൻസിനെ ആസ്പദമാക്കിയിട്ട്. ലെവൽ 4 ലീഡർഷിപ്പ് പീപ്പിൾ മാനേജ്മെന്റ് ആണ്. നമ്മളെപ്പോഴും പറയാറുണ്ട് സക്സസ്ഫുൾ പീപ്പിൾ ഡിസ്കവർ വാട്ട് ദേ ആർ ഗുഡ് അറ്റ്, ബട്ട് സക്സസ്ഫുൾ ലീഡേഴ്സ് ഡിസ്കവർ വാട്ട് അതേഴ്സ് ആർ ഗുഡ് അറ്റ്. ലെവൽ 4 ലീഡർഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഈ 3 കാര്യങ്ങളിലായിരിക്കും. ഒന്ന് റിക്രൂട്ട്മെന്റ്, രണ്ടാമത്തേത് ജോബ് പൊസിഷനിങ്, മൂന്നാമത്തേത് എക്യുപ്മെന്റ്. ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും വലിയ അസറ്റ് അവിടുത്തെ എംപ്ലോയീസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ റിക്രൂട്ട്മെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 80% നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് റിക്രൂട്ട്മെന്റ് തന്നെയാണ്. റിക്രൂട്ട്മെന്റ് എപ്പോഴും ഒരു സ്ലോ പ്രോസസ് ആയിരിക്കും. ഒരിക്കലും ധൃതി പിടിച്ച് നമ്മൾ റിക്രൂട്ട് ചെയ്യരുത്. അതുകൊണ്ടാണ് പറയുന്നത് ഹയറിംഗ് സ്ലോ ആൻഡ് ഫയറിംഗ് ഫാസ്റ്റ്. കാരണം നമ്മൾ ഹയർ ചെയ്യുന്ന ഒരു എംപ്ലോയി നമ്മളുടെ കമ്പനിയുടെ കൾച്ചറുമായിട്ടും വാല്യൂ സിസ്റ്റമായിട്ടും മാച്ച് ചെയ്യുന്ന വ്യക്തിയായിരിക്കും. ഇല്ലെങ്കിൽ ആ വ്യക്തിയെ മാത്രമായിരിക്കില്ല മറ്റുള്ള എംപ്ലോയീസിനെ അത് ബാധിക്കും. രണ്ടാമത്തേത് ജോബ് പൊസിഷനിങ് ആണ്. ഒരു നല്ലൊരു കാൻഡിഡേറ്റിനെ നമ്മൾ ഹയർ ചെയ്തു, പക്ഷേ അദ്ദേഹം ഡിസേർവ് ചെയ്യുന്ന ഒരു പൊസിഷനല്ല നമ്മൾ അദ്ദേഹത്തെ കൊണ്ടുവരുന്നതെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് കമ്പനിക്ക് നഷ്ടം വരുന്നത് പണം മാത്രമല്ല സമയവും കൂടിയാണ്. നമ്മളെപ്പോഴും പറയില്ലേ മീനിനോട് ഒരിക്കലും മരം കയറാൻ പറയരുത്. അതുകൊണ്ട് നമ്മളൊരു എംപ്ലോയി ഹയർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ആ വ്യക്തിയെ കറക്റ്റ് പൊസിഷനിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു ലീഡർഷിപ്പിൻ്റെ മികവെന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എക്യുപ്പാണ്. ആ എംപ്ലോയി നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് സജ്ജമാക്കണം. അതിന് 5 സ്റ്റെപ്സ് ഉണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് എന്നത് ഐ ഡു ഇറ്റ് എന്നുള്ളതാണ്. ഞാൻ ചെയ്യാം. സ്റ്റെപ്പ് നമ്പർ 2 ഐ ഡു ഇറ്റ് യു ആർ വിത്ത് മീ. ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുക. സ്റ്റെപ്പ് നമ്പർ 3 യു ഡു ഇറ്റ് ഐ ആം വിത്ത് യു. നിങ്ങൾ ചെയ്യുക, ഞാൻ നിങ്ങളോട് ഉണ്ടാവും. സ്റ്റെപ്പ് നമ്പർ 4 യു ഡു ഇറ്റ്. ഇനി നിങ്ങൾ ചെയ്യുക, അതായത് നിങ്ങൾ എക്സ്പേർട്ടായി. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്നത് യു ഡു ഇറ്റ് ആൻഡ് സംബഡി വിത്ത് യു. അതായത് പുതിയതായി വരുന്ന ആൾക്കാരെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അവരെ പരിശീലിപ്പിക്കുക. ഇതാണ് നർച്ചറിങ് അല്ലെങ്കിൽ എക്യുപ്പാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ടീമിനെ നിങ്ങൾ സജ്ജമാക്കിയാൽ ആ വ്യക്തികൾ നിങ്ങളെ ഫോളോ ചെയ്യും. അതൊരിക്കലും നിങ്ങളുടെ പൊസിഷൻ കണ്ടിട്ടായിരിക്കില്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പ് കണ്ടിട്ടായിരിക്കില്ല, നിങ്ങൾ എത്രമാത്രം കമ്പനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ ആസ്പദമാക്കിയായിരിക്കില്ല, നിങ്ങൾ എന്താണ് അവർക്ക് നൽകിയത് അല്ലെങ്കിൽ അവർക്ക് എന്താണ് നിങ്ങളിൽ നിന്ന് ലഭിച്ചത്, ഇതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും അവർ നിങ്ങളെ ഫോളോ ചെയ്യും. ലെവൽ നമ്പർ 5 എന്ന് പറയുന്നത് പിനാക്കിളാണ്. അതായത് ലീഡർഷിപ്പിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോസ്റ്റ്. ആ ലീഡർഷിപ്പിലുള്ള വ്യക്തികളെ മറ്റുള്ളവർ ഫോളോ ചെയ്യുന്നത് വേറെ ഒന്നും കണ്ടിട്ടല്ല, ദേ ഓൾറെഡി പ്രൂവ് ഹൂ ദേ ആർ. അവരെന്താണെന്നുള്ള കാര്യം അവർ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അവരെ എന്തായാലും മറ്റുള്ളവർ ഫോളോ ചെയ്യും. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് എത്രമാത്രം ഈ ലെവൽ 1 to ലെവൽ 5 ആസ് എ ലീഡർ നിങ്ങൾ എവിടെയാണുള്ളത്. നിങ്ങൾ എവിടെയും ആയിക്കോട്ടെ, നിങ്ങൾക്ക് എങ്ങോട്ടാണ് എത്തേണ്ടത്. നിങ്ങളുടെ എപ്പോഴും ലക്ഷ്യം പിനാക്കിൾ തന്നെയായിരിക്കും. കാരണം ലീഡർഷിപ്പ് എന്നത് ഒരു നൗണല്ല, അതൊരു വെർബാണ്, അതൊരു ആക്ഷനാണ്. പൊസിഷൻ ഡസ് നോട്ട് മേക്ക് എ ലീഡർ. താങ്ക് യു സോ മച്ച്.